വെണ്ണലയിലെ നന്ദകുമാറിന്റെ വീട്ടിലും തൃശൂർ രാമനിലയത്തിലും ഡൽഹിയിലെ ഹോട്ടലിൽ വെച്ചും നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ ഇ.പി. ജയരാജനുമായി കൂടിക്കാഴ്ച നടന്നുവെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. ഡൽഹിയിലെ കൂടിക്കാഴ്ചയ്ക്കിടെ വന്ന ഫോൺ കോളിൽ ഇ.പി. പരിഭ്രാന്തനായി. അന്ന് അവിടെ വെച്ച് തീരുമാനത്തിൽ നിന്ന് ഇ.പി. പിന്മാറി. ജയരാജൻ ഡൽഹിയിലെത്തിയ കാര്യം പിണറായി വിജയൻ അറിഞ്ഞതോടെയാണ് നീക്കം പരാജയപ്പെട്ടത്. ഇ.പി.ക്ക് മഹാരാഷ്ട്ര ഗവർണറോ കേന്ദ്രമന്ത്രിയോ ആകണമെന്നാണ് നന്ദകുമാർ പറഞ്ഞത്. ബി.ജെ.പിയിലെ ഒന്നാമനെ കാണണമെന്ന് ഇ.പി. ജയരാജൻ ആവശ്യപ്പെട്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ശോഭയുമായുള്ള കൂടിക്കാഴ്ച നിഷേധിച്ച ഇ.പി. ജയരാജൻ താൻ ശോഭയോട് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി. ഡൽഹിയിലും പോയിട്ടില്ല. ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല, ഇത് പണ്ടേ. ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നില്ലെന്ന ടി.ജി. നന്ദകുമാർ വെളിപ്പെടുത്തി. ഡൽഹിയിലോ വെണ്ണലയിലെ വീട്ടിലോ രാമനിലയത്തിലോ ശോഭ പങ്കാളിയായ കൂടിക്കാഴ്ച നടന്നിട്ടില്ല. തൃശൂർ ജയിക്കാനുള്ള അമിത്ഷായുടെ ദൗത്യവുമായാണ് ജാവ്ദേക്കർ ജയരാജനെ കണ്ടതെന്നും നന്ദകുമാർ വിശദീകരിച്ചു. തൃശൂർ സീറ്റിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള അമിത്ഷായുടെ ദൗത്യമായിട്ടാണ് ഇ.പി. കാണാൻ വന്നത്. ശോഭാ സുരേന്ദ്രൻ ഈ ഡിസ്കഷനിലൊന്നും പങ്കാളിയല്ല. വിവാദത്തിന്റെ തുടക്കം മുതൽ മൗനം തുടരുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഇതുവരെയും പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.